നിങ്ങൾ എത്രയൊക്കെ അധ്വാനിച്ചിട്ടും എത്രയൊക്കെ പോസിറ്റീവായി ഇരിക്കാൻ ശ്രമിച്ചിട്ടും എന്തോ ഒന്ന് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നതായി തോന്നിയിട്ടുണ്ടോ? വലിയൊരു സ്വപ്നത്തിലേക്ക് ഓടുമ്പോൾ കാലിൽ കെട്ടിയിട്ട ഇരുമ്പ് ചങ്ങല പോലെ ചില ശീലങ്ങൾ നമ്മളെ തളർത്താറുണ്ട്. മിക്കപ്പോഴും നമ്മൾ തിരിച്ചറിയാത്ത ഈ ശീലങ്ങളാണ് നമ്മുടെ പരാജയത്തിൻ്റെ യഥാർത്ഥ കാരണം. ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുടെ വളർച്ചയെ മുരടിപ്പിക്കുന്ന, നിങ്ങളുടെ സമാധാനം കെടുത്തുന്ന 6 ടോക്സിക് ശീലങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനം എത്തുമ്പോഴേക്കും ഇതിൽ ഏത് ശീലമാണ് നിങ്ങളെ പിടിച്ചു നിർത്തുന്നത് എന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും. അത് മാറ്റാനുള്ള വഴിയും ഞാൻ പറഞ്ഞു തരും. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള പുതിയ അറിവുകളുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും പുതിയ ശീലങ്ങൾ വളർത്താനാണ് ശ്രമിക്കാറുള്ളത്. എന്നാൽ ഉള്ളിലെ ചീത്ത ശീലങ്ങൾ കളയാതെ പുതിയവ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഒരു പാത്രത്തിലെ അഴുക്ക് കളഞ്ഞാലല്ലേ അതിൽ നല്ല പാലൊഴിക്കാൻ പറ്റൂ. അതുപോലെ തന്നെയാണിത്. നമുക്ക് നേരിട്ട് ആ 6 ശീലങ്ങളിലേക്ക് കടക്കാം. നമ്പർ 1, ദ കമ്പാരിസൺ ട്രാപ്പ്. മറ്റുള്ളവരുമായുള്ള താരതമ്യം. നമ്മൾ അറിയാതെ തന്നെ ദിവസവും ചെയ്യുന്ന ഒന്നാണ് താരതമ്യം. ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലത്ത് മറ്റൊരാളുടെ ഹൈലൈറ്റ് റീല് കണ്ട് നമ്മൾ നമ്മുടെ റിയൽ ലൈഫുമായി താരതമ്യം ചെയ്യും. ഒരാൾ പുതിയ കാർ വാങ്ങുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ വിദേശത്ത് യാത്ര പോകുന്നത് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഞാൻ മാത്രം എന്താ ഇങ്ങനെയെന്ന്. എന്തുകൊണ്ട് ഇത് ഒഴിവാക്കണം? ഓർക്കുക, ഓരോരുത്തരുടെയും ജീവിത സാഹചര്യം വ്യത്യസ്തമാണ്. നിങ്ങൾ താരതമ്യം ചെയ്യേണ്ടത് ഇന്നലത്തെ നിങ്ങളോടാണ്. മറ്റൊരാളുടെ വിജയത്തിൻ്റെ വേഗത നിങ്ങളുടേതുമായി അളക്കരുത്. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കും. സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുടെ ജീവിതം കണ്ട് അസൂയ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചു ദിവസം ആപ്പുകൾ ഡിലീറ്റ് ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്പർ 2, ഓവർ തിങ്കിങ് ആൻഡ് പ്രോക്രാസ്റ്റിനേഷൻ. ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ 100 ദോഷങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പേടിച്ച് അത് മാറ്റിവെക്കുന്ന ശീലം. പലരും പെർഫെക്റ്റായ സമയം വരാൻ കാത്തിരിക്കും. പക്ഷേ സത്യം എന്താണ്? അങ്ങനെ ഒരു സമയം ഒരിക്കലും വരില്ല. കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടി മനസ്സിനെ തളർത്തുന്നത് നിർത്തി ചെറിയൊരു സ്റ്റെപ്പ് എടുക്കുക. ചിന്തിച്ചു കൊണ്ടിരുന്നാൽ സംശയങ്ങൾ ഉണ്ടാകും. പ്രവർത്തിച്ചു തുടങ്ങിയാൽ ഉത്തരങ്ങൾ ഉണ്ടാകും. നമ്പർ 3, നോ പറയാനുള്ള മടി. നമ്മളിൽ പലരും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണിത്. മറ്റുള്ളവരെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെക്കുന്നത്. നോ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്നെ ഇഷ്ടപ്പെടാതാകുമോ, അല്ലെങ്കിൽ അവർക്ക് എന്നോട് ദേഷ്യം തോന്നുമോ? ഈ ഒരു പേടി കാരണം നമ്മൾ എല്ലാത്തിനും തലയാട്ടും. പക്ഷേ ഓർക്കുക, എല്ലാവരെയും ഒരുപോലെ സന്തോഷിപ്പിക്കാൻ നോക്കുന്നത് സ്വയം നശിക്കാനുള്ള എളുപ്പ വഴിയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ നോ പറയാൻ പേടിക്കുന്നത്? നമ്മുടെ സ്വഭാവം നല്ലതാണെന്ന് മറ്റുള്ളവർ പറയണം എന്ന ആഗ്രഹം കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇതിന് മുതിരുന്നത്. മറ്റൊരാളുടെ ആവശ്യത്തിന് വേണ്ടി സ്വന്തം സമയം നശിപ്പിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നിങ്ങളോട് തന്നെ നോ പറയുന്നതാണ്. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്രമവേള മറ്റൊരാൾക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ സമാധാനമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. എങ്ങനെ മാന്യമായി നോ പറയാം? പെട്ടെന്ന് ഒരാളോട് ഇല്ല എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷിക്കാം. 1, സമയം ചോദിക്കുക. ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് പറയുക. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ സമയം കിട്ടും. പെട്ടെന്നുള്ള സമ്മർദ്ദത്തിൽ യെസ് പറയേണ്ടി വരില്ല. 2, കാരണം വ്യക്തമാക്കുക. എനിക്ക് വരണമെന്നുണ്ട്, പക്ഷേ ഇന്ന് എനിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ജോലി തീർക്കാനുണ്ട് എന്ന് മാന്യമായി പറയുക. 3, അതിരുകൾ നിശ്ചയിക്കുക. സഹായിക്കുന്നതൊക്കെ നല്ലതാണ്, പക്ഷേ അതെൻ്റെ വ്യക്തിപരമായ സമയത്തെ ബാധിക്കാത്ത രീതിയിലായിരിക്കണം എന്ന് ഉറപ്പിക്കുക. സ്വന്തം അതിരുകൾ സംരക്ഷിക്കുന്നത് സ്വാർത്ഥതയല്ല, അതൊരു അത്യാവശ്യമാണ്. സുഹൃത്തുക്കളെ, നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളുടെ ഒരു നോ കേട്ടാൽ നിങ്ങളെ വിട്ടുപോകില്ല. അത് കേട്ട് ആരെങ്കിലും അകലുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോടല്ല, നിങ്ങളുടെ സൗകര്യങ്ങളോട് മാത്രമായിരുന്നു താല്പര്യം എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇന്നു മുതൽ സ്വന്തം സന്തോഷത്തിനും സമയത്തിനും വില നൽകാൻ പഠിക്കുക. നമ്പർ 4, ബ്രേക്കിംഗ് ഫ്രീ ഫ്രം ദ പാസ്റ്റ്. ഭൂതകാലത്തിൻ്റെ തടവറയിൽ നിന്നും പുറത്തു കടക്കാം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാരം എന്താണെന്ന് അറിയാമോ? അത് നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുന്ന ഭൂതകാലമാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് അന്ന് അത് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, അവർ എന്നോട് ഇത് ചെയ്തല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെട്ട് ഇപ്പോഴത്തെ സമയം കളയുന്നത് ഒരു വലിയ ടോക്സിക് ശീലമാണ്. ഓർക്കുക, നിങ്ങൾ എത്ര കരഞ്ഞാലും എത്ര ആലോചിച്ചാലും കഴിഞ്ഞുപോയ ഒരു സെക്കൻഡ് പോലും നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ഇതിൽ കുടുങ്ങിപ്പോകുന്നത്? പലപ്പോഴും പഴയ പരാജയങ്ങൾ നമ്മളെ വേട്ടയാടും. ഞാൻ ഒരിക്കൽ പരാജയപ്പെട്ടതാണ്, ഇനി എത്ര ശ്രമിച്ചാലും തോറ്റുപോകും എന്ന പേടി നമ്മളെ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് തടയും.
അതുപോലെ തന്നെ നമ്മളെ വിഷമിപ്പിച്ചവരോടോ വഞ്ചിപ്പിച്ചവരോടോ ഉള്ള ദേഷ്യം മനസ്സിൽ കൊണ്ടു നടക്കുന്നത് അവർക്കല്ല, നിങ്ങൾക്ക് തന്നെയാണ് ദോഷം ചെയ്യുന്നത്. മറ്റൊരാളോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അവർ ചെയ്തത് ശരിയാണെന്ന് സമ്മതിക്കലല്ല, മറിച്ച് ആ സങ്കടത്തിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെ മോചിപ്പിക്കുക എന്നതാണ് അർത്ഥം. ആ മനോഹരമായ ഉദാഹരണം ഒന്നുകൂടി നോക്കാം. ഒരു വണ്ടി ഓടിക്കുമ്പോൾ വിൻഷീൽഡ് വലുതും ബാക്ക് മിറർ ചെറുതുമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം വണ്ടി സുരക്ഷിതമായി ഓടിക്കാൻ മുന്നോട്ടുള്ള കാഴ്ചയാണ് ഏറ്റവും പ്രധാനം. ഇടയ്ക്കിടെ പുറകിലേക്ക് നോക്കാം. അത് എന്തിനാണ്? പഴയ തെറ്റുകളിൽ നിന്നും പാഠം പഠിക്കാൻ മാത്രം. പക്ഷേ ആ ചെറിയ കണ്ണാടിയിൽ മാത്രം നോക്കി വണ്ടി ഓടിച്ചാൽ എന്ത് സംഭവിക്കും? ഉറപ്പായും വണ്ടി അപകടത്തിൽപ്പെടും. നിങ്ങളുടെ ജീവിതവും അതുപോലെ തന്നെയാണ്. പുറകിലേക്ക് നോക്കിയിരുന്നാൽ മുന്നിലെ വലിയ അവസരങ്ങൾ നിങ്ങൾ കാണാതെ പോകും. ഇത് എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. 1. അക്സെപ്റ്റൻസ്. അംഗീകരിക്കുക. സംഭവിച്ചത് സംഭവിച്ചു, അത് മാറ്റാൻ എനിക്ക് കഴിയില്ല എന്ന് ഉറക്കെ പറയുക. ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്നിടത്താണ് മാറ്റം തുടങ്ങുന്നത്. 2. ലൈവ് ഇൻ ദ പ്രസന്റ്. ഇന്നലകളിലെ സങ്കടങ്ങളല്ല, ഇന്നത്തെ നിങ്ങളുടെ പ്രവൃത്തികളാണ് നിങ്ങളുടെ നാളെയെ തീരുമാനിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതിൽ മാത്രം ശ്രദ്ധിക്കുക. 3. സ്വയം മാപ്പ് നൽകുക. മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിനേക്കാൾ പ്രധാനം നിങ്ങളോട് തന്നെ ക്ഷമിക്കുന്നതാണ്. അന്ന് എടുത്ത തെറ്റായ തീരുമാനങ്ങളുടെ പേരിൽ സ്വയം ശിക്ഷിക്കുന്നത് നിർത്തുക. അന്ന് നിങ്ങൾക്ക് അത്രയേ അറിവുണ്ടായിരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക. പഴയ ചങ്ങലകൾ പൊട്ടിച്ചെറിയാതെ നിങ്ങൾക്ക് പുതിയ ഉയരങ്ങളിലേക്ക് പറക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഭൂതകാലം നിങ്ങളുടെ ഭാവിയെ നിർവചിക്കാൻ അനുവദിക്കരുത്. അതൊരു പാഠപുസ്തകം മാത്രമാണ്, നിങ്ങളുടെ ജീവിതമല്ല. നെക്സ്റ്റ് ഹാബിറ്റ്സ്. നമ്പർ 5. സ്റ്റേയിങ് ഇൻ ദ കംഫർട്ട് സോൺ. ആശ്വാസ മേഖലയിൽ കുടുങ്ങിക്കിടക്കൽ. നമ്മൾ എല്ലാവരും സുരക്ഷിതമാണെന്ന് കരുതുന്ന നമ്മുടെ കംഫർട്ട് സോണാണ്. അതായത് വലിയ റിസ്കുകൾ എടുക്കാതെ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാതെ ഉള്ള അവസ്ഥയിൽ തന്നെ തൃപ്തിപ്പെട്ട് ഇരിക്കുന്നത്. കേൾക്കുമ്പോൾ ഇത് നല്ലതാണെന്ന് തോന്നും, പക്ഷേ സത്യാവസ്ഥ അതല്ല. എന്തുകൊണ്ട് ഈ കംഫർട്ട് സോൺ ഒഴിവാക്കണം? ഒരു കപ്പൽ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്നത് കടൽ തീരത്താണ്. പക്ഷേ കപ്പലുകൾ നിർമ്മിച്ചിരിക്കുന്നത് തീരത്ത് കെട്ടിയിടാനല്ല, തിരമാലകളെ മുറിച്ചു കടന്ന് യാത്ര ചെയ്യാനാണ്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതവും. സുരക്ഷിതമായി ഇരിക്കാൻ നോക്കിയാൽ നിങ്ങൾക്ക് ഒരിക്കലും വളരാൻ കഴിയില്ല. നിങ്ങൾ ഭയപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ യഥാർത്ഥ കഴിവ് പുറത്തു വരുന്നത്. ഇതിനായുള്ള മാറ്റങ്ങൾ എങ്ങനെ കൊണ്ടുവരാം? ദിവസവും നിങ്ങൾക്ക് പേടിയുള്ള ഒരു ചെറിയ കാര്യമെങ്കിലും ചെയ്യുക. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സമയം കണ്ടെത്തുക. പരാജയത്തെ ഭയപ്പെടാതെ റിസ്ക് എടുക്കാൻ പഠിക്കുക. കാരണം കംഫർട്ട് സോണിന് പുറത്താണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ കാത്തിരിക്കുന്നത്. നമ്പർ 6. നെഗറ്റീവ് ഫ്രണ്ട്ഷിപ്സ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത്. നമ്മൾ ആരായി തീരും എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ കൂടെ കൂട്ടുന്ന ആളുകളാണ്. പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കർ ജിം റോൺ പറഞ്ഞ ഒരു കാര്യമുണ്ട്: യു ആർ ദ ആവറേജ് ഓഫ് ദ 5 പീപ്പിൾ യു സ്പെൻഡ് ദ മോസ്റ്റ് ടൈം വിത്ത്. അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന 5 സുഹൃത്തുക്കളുടെ ആകെത്തുകയാണ് നിങ്ങളുടെ വ്യക്തിത്വവും നിങ്ങളുടെ വിജയവും. എന്താണ് നെഗറ്റീവ് സൗഹൃദങ്ങൾ? ചില ആളുകളുണ്ട്, നിങ്ങൾ എന്ത് നല്ല കാര്യം തുടങ്ങാൻ പോകുമ്പോഴും അതിലെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്നവർ. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, നിനക്ക് ഇതിനുള്ള കഴിവുണ്ടോ, പഴയതുപോലെ നടന്നാൽ പോരെ നിനക്ക് എന്നൊക്കെ ചോദിച്ച് നിങ്ങളെ തളർത്തുന്നവർ. ഇവരെയാണ് നമ്മൾ എനർജി വാമ്പയേഴ്സ് എന്ന് വിളിക്കുന്നത്. ഒരു മുറിയിൽ ലൈറ്റിട്ടാൽ ഇരുട്ട് മാറുന്നത് പോലെ ഇവർ നിങ്ങളുടെ ജീവിതത്തിലെ പോസിറ്റീവ് ഊർജത്തെ മുഴുവൻ വലിച്ചെടുക്കും. ഇത് നിങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് നോക്കാം. സ്വപ്നങ്ങളെ കൊല്ലുന്നു. നിങ്ങൾ വലിയ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അവർ നിങ്ങളെ കളിയാക്കും. പതിയെ നിങ്ങൾ ആ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കും. ചിന്താഗതി മാറുന്നു. എപ്പോഴും പരാതി പറയുന്നവരുടെ കൂടെ നടന്നാൽ നിങ്ങളും ലോകത്തെ പരാതിയോടെ മാത്രം നോക്കിക്കാണാൻ തുടങ്ങും. അവസരങ്ങൾ നഷ്ടപ്പെടുന്നു. മോശം സർക്കിളിൽ പെട്ടുപോയാൽ പുതിയ അറിവുകളോ നല്ല ബന്ധങ്ങളോ നിങ്ങളെ തേടി വരില്ല. അതുകൊണ്ട് തന്നെ സൗഹൃദങ്ങളിൽ എങ്ങനെ മാറ്റം വരുത്താമെന്ന് നമുക്ക് നോക്കാം. ഓഡിറ്റ് യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ കൂടെയുള്ളവർ നിങ്ങൾക്ക് ഊർജം നൽകുന്നവരാണോ അതോ നിങ്ങളുടെ ഊർജം കളയുന്നവരാണോ എന്ന് ചിന്തിക്കുക. നിങ്ങളെക്കാൾ അറിവുള്ളവർ, നിങ്ങളെക്കാൾ കഷ്ടപ്പെടുന്നവർ, നിങ്ങളെ വളരാൻ പ്രേരിപ്പിക്കുന്നവർ, ഇവരായിരിക്കണം നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾ. ഡിസ്റ്റൻസിങ്. അകലം പാലിക്കുക. എല്ലാവരെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെട്ടിമാറ്റാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ നെഗറ്റീവായി സംസാരിക്കുന്നവരോടുള്ള സമയം കുറയ്ക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് അവരോട് സംസാരിക്കാതിരിക്കുക. ഇരുമ്പും കാന്തവും ഒന്നിച്ചിരുന്നാൽ ഇരുമ്പിനും കാന്തശക്തി കിട്ടും. അതുപോലെ തന്നെയാണ് പോസിറ്റീവായ ആളുകളുടെ കൂടെ ഇരുന്നാൽ നിങ്ങളും പോസിറ്റീവായി ചിന്തിക്കും. നിങ്ങളുടെ സർക്കിൾ ചെറുതാണെങ്കിലും അത് ക്വാളിറ്റി ഉള്ളതാണെന്ന് ഉറപ്പുവരുത്തുക. ഓർക്കുക, കഴുകന്മാരുടെ കൂടെ പറക്കണമെങ്കിൽ കോഴികളുടെ കൂടെ നടക്കുന്നത് നിർത്തണം.
ഈ പറഞ്ഞ 6 ശീലങ്ങളിൽ എന്താണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത്? അത് താഴെ കമന്റ് ചെയ്യുക. മാറ്റം തുടങ്ങുന്നത് തിരിച്ചറിവിൽ നിന്നാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഇത്തരം വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.